ഹായ് ഫ്രണ്ട്സ്, മറ്റൊരു സ്റ്റാമ്പ് ആൻഡ് സ്റ്റംപ് എപ്പിസോഡുമായി വീണ്ടും ഇതാ. സർ റോളണ്ട് ഹിൽ എന്ന ഒരു സാധാരണ ടീച്ചറാണ് പോസ്റ്റൽ പരിഷ്കാരത്തിൻ്റെ ഉപജ്ഞാതാവ്. അദ്ദേഹം സ്കോട്ട്ലൻഡുകാരനായിരുന്നു. സാധാരണ അധ്യാപകനായിരുന്ന അദ്ദേഹത്തെ പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പരിഷ്കാരത്തിനായി നിയമിച്ചിരുന്നു. അദ്ദേഹം ഒരു നിയമം കൊണ്ടുവരികയാണ്, ഒരു പരിഷ്കാരം കൊണ്ടുവരികയാണ്. എല്ലാ സ്ഥലത്തും ഒരേ ചാർജ്. ഒരു കത്ത് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോവുകയാണെങ്കിൽ നേരത്തെയൊക്കെ ദൂരമനുസരിച്ചായിരുന്നു ചാർജ് ഈടാക്കിയിരുന്നത്. അത് പെയ്ഡ് അൺപെയ്ഡ് എന്നൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. ഒരു സംഭവം ഓർക്കുകയാണ്. 1836 ഒരു സ്ത്രീക്ക് ഒരു ലെറ്റർ വരികയാണ്. അത് പെയ്ഡ് അൺപെയ്ഡ് ലെറ്ററിൽ പെട്ടതാണ്. അന്നേരം ആ സ്ത്രീ ലെറ്റർ വാങ്ങിച്ചതിന് ശേഷം അത് തിരിച്ചു കൊടുക്കുകയാണ്. അപ്പോഴാണ് ഇദ്ദേഹം ഈ സംഭവം കാണുന്നത്. അദ്ദേഹം ഓടിച്ചെന്ന് ആ പോസ്റ്റ്മാനോട് പറഞ്ഞു, ഞാൻ പേ ചെയ്യാം എന്ന് പറഞ്ഞ് ആ പേയ്മെൻറ്റ് നടത്തി ലെറ്റർ ആ സ്ത്രീയുടെ കയ്യിൽ കൊടുത്തു. ആ സ്ത്രീ ചിരിച്ചുകൊണ്ട് അദ്ദേഹത്തോട് പറയുകയാണ്, ഇതിൻ്റെ ആവശ്യമില്ല, ലെറ്റർ തുറക്കാതെ തന്നെ ഞാൻ ലെറ്ററിൻ്റെ ഉള്ളിലെ കാര്യങ്ങൾ മനസ്സിലാക്കി എന്ന്. അതെന്താണെന്ന് അറിയുവാൻ വേണ്ടി റൊണാൾഡ് ആ സ്ത്രീയോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞാനും എൻ്റെ മകനുമായിട്ട് സ്പെഷ്യലായിട്ടുള്ള ചില കോഡ് സിസ്റ്റം വഴിയായിട്ട് ഞങ്ങൾ വിശേഷങ്ങൾ കൈമാറി എന്ന്. അത് മനസ്സിൽ വച്ചുകൊണ്ട് 1837 ഒരു തപാൽ പരിഷ്കാരം അദ്ദേഹം കൊണ്ടുവരികയാണ്. കാരണം ഇതുപോലെയുള്ള തട്ടിപ്പും വെട്ടിപ്പും നടക്കാതിരിക്കുവാൻ വേണ്ടി ഇംഗ്ലണ്ടിൻ്റെ എല്ലാ ഭാഗത്തും ഒരേ ചാർജ് ഈടാക്കുവാനായിട്ട്. അതിനായി അദ്ദേഹം ശ്രമിച്ചു. ഒരു £1 ഒരു ചാർജ് ഈടാക്കിയാലോ എന്ന്. അങ്ങനെ വരുമ്പോൾ അത് വളരെ തുച്ഛമായിട്ടുള്ള ഒരു തുകയെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് മാറ്റി ഒരു പെനി വെക്കാമെന്ന് വിചാരിച്ചു. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് 1840 മെയ് മാസം 6 വിക്ടോറിയ രാജ്ഞിയുടെ ചിത്രം ആലേഖനം ചെയ്ത ആദ്യത്തെ ബ്ലാക്ക് പെനി എന്ന സ്റ്റാമ്പ് ജനിക്കുന്നത്. അപ്പോൾ ഈ സ്റ്റാമ്പ് ജനിക്കുവാനായിട്ടുള്ള പ്രധാന കാരണം ഇദ്ദേഹമാണ്, സർ റൊണാൾഡ് ഹിൽ. സർ റോളണ്ട് ഹിൽ. അപ്പോൾ അത് മുഖാന്തരം ഒരു പുതിയ ഭരണപരിഷ്കാരം. എല്ലാ സ്ഥലത്തും ഒരേ ചാർജ്. ബ്ലാക്ക് പെനി എന്ന സ്റ്റാമ്പ് മുഖാന്തരം എല്ലാ ലെറ്റേഴ്സും ഇംഗ്ലണ്ടിൻ്റെ എല്ലാ ഭാഗത്തും ഒരേ ചാർജിൽ പോകും. എന്നിട്ട് ഈ ലെറ്ററിൻ്റെ വെയിറ്റ് അനുസരിച്ച് ചാർജിൽ മാറ്റങ്ങൾ ഉണ്ടാകും. ഇതൊരു നവീകരണം പോസ്റ്റൽ സിസ്റ്റത്തിൽ വരുത്തി. 1843 ബ്രസീൽ, 1847 മൗറീഷ്യസ് അമേരിക്ക, 1849 ഫ്രാൻസ്, 1850 മറ്റ് അനേകം രാജ്യങ്ങൾ അവരുടെ നിറത്തിലും അവരുടെ ആ ഇഷ്ടത്തിനും ചേർന്ന സ്റ്റാമ്പുകൾ ഇറക്കുവാൻ തുടങ്ങി. അതുവരെ ബ്രിട്ടൻ്റെ കീഴിലുള്ള കോളനികളിൽ നിന്ന് മാത്രമേ സ്റ്റാമ്പുകൾ ഇറങ്ങിയിരുന്നുള്ളൂ. പക്ഷേ ഈ പെനി ബ്ലാക്കിൻ്റെ ആഗമനത്തോടുകൂടി മറ്റ് രാജ്യക്കാർക്കും ഇതുപോലെയുള്ള സ്റ്റാമ്പുകൾ പ്രിന്റ് ചെയ്യുവാനുള്ള താല്പര്യം കൂടി വന്നു. അങ്ങനെ അവർ ഈ സ്റ്റാമ്പിലൂടെ അവരുടെ കലാ, സാഹിത്യം, സാമൂഹികം അങ്ങനെയുള്ള പ്രധാന സംഭവങ്ങളെ ആലേഖനം ചെയ്തുകൊണ്ട് ഒത്തിരി മനോഹരമായ സ്റ്റാമ്പുകൾ ഇറക്കി തുടങ്ങി. അതിൻ്റെ പിന്നാലെയാണ് ഇന്ത്യയിലും സ്റ്റാമ്പുകൾ ഇറങ്ങി തുടങ്ങിയത്. അപ്പോൾ ഇന്ത്യയിൽ സ്റ്റാമ്പ് ഇറങ്ങുന്നതിന് മുമ്പ്, ഈ പെനി ബ്ലാക്ക് സ്റ്റാമ്പ് വരുന്നതിന് മുമ്പ് നമ്മുടെ നാട്ടുരാജാക്കന്മാർ അവരുടെ ഭരണകർത്താക്കളുമായി എങ്ങനെ സന്ദേശങ്ങൾ കൈമാറി എന്ന് നമുക്ക് അറിയണ്ടേ. അതിനെപ്പറ്റിയൊക്കെ സംസാരിക്കുവാനായിട്ട് നിങ്ങളുടെ മുൻപിൽ അടുത്ത ഒരു എപ്പിസോഡുമായി, സ്റ്റാമ്പ് ആൻഡ് സ്റ്റംപിൻ്റെ എപ്പിസോഡുമായി നിങ്ങളുടെ മുൻപിൽ ഞാൻ വരുന്നതായിരിക്കും. നമസ്കാരം.